എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ഡോക്ടർ നമ്മളോട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിൽ തീരെ താല്പര്യം ഉണ്ടാവില്ല. മിക്ക ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം വീട്ടു ചെലവ്, കടം, പിന്നെ വീട് വാടകയ്ക്കാണെങ്കിൽ അതിൻ്റെ, അങ്ങനെയുള്ള പല ഭാരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പണിക്ക് പോകണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഒരു ദിവസം പോലും ഞാൻ നടുവിന് വേദനയില്ലാതെ ഉറങ്ങിയണിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു 14-15 വയസ്സിൽ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അത് 1-2 ദിവസം കാണിച്ചു, പിന്നീട് അത് വിട്ടു. പിന്നെ ജോലിയിലൊക്കെ പ്രവേശിച്ച് വെയിറ്റ് ഉള്ളതും വെയിറ്റ് ഇല്ലാത്തതുമായ മിക്ക ജോലികളും ഞാൻ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വെൽഡിങ്ങിലേക്ക് എത്തിയത്. ഒരു 4-5 വർഷം വെൽഡിങ്ങിൽ സ്വന്തമായിട്ടായി. അങ്ങനെ വെൽഡിങ്ങിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 10-30 അടി ഹൈറ്റ് നിന്ന് പുറത്ത് കവറിങ് ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏണിയൊക്കെ കെട്ടിയിട്ട് അടിക്കുന്ന ആ സമയത്ത് ഏണിൻ്റെ കയറ് പൊട്ടിയിട്ട് താഴത്തേക്ക് വീണത്. കാണാൻ പുറമേ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു മുറിവോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് എൻ്റെ വൈഫിന് പോലും അത്ഭുതമായിരുന്നു. ഓൾ തന്നെ ചോദിച്ചത്, ഇത്രയായിട്ട് നിന്ന് വീണിട്ട് ഒന്നും പറ്റിയിട്ടില്ലല്ലോ, ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെയായിരുന്നു. കാരണം ഒരു മുറിവ് പോലും എൻ്റെ ശരീരത്തിൽ പറ്റിയിട്ടില്ല. നടു നല്ലപോലെ ഇളകിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ച് ആയുർവേദിക്കിലെത്തി. അപ്പം എന്നോട് 1 മാസത്തേക്ക് അവർ റെസ്റ്റ് പറഞ്ഞു, ഡിസ്കിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. മിക്ക ആൾക്കാരും ഇതുപോലൊക്കെ തന്നെയാണ്. റെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കില്ല, കാണിക്കാനൊക്കെ പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ശരീരം നോക്കുക. ഞാനൊന്നും ഒരു സേഫ്റ്റിയും ഇല്ലാണ്ട് ഞാൻ പണിയെടുത്ത ഒരു വ്യക്തിയാണ്. ഇപ്പം അതിൻ്റെ വേദന എൻ്റെ കാടിനെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ വെൽഡിങ് പണി തൽക്കാലം സ്റ്റോപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കാണിച്ച് നമ്മളോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ പറയും അവർക്ക് പിരാന്താന്ന്, അത് നമ്മളെ വിഷമം കൊണ്ടാണ്. കാരണം നമുക്ക് കടങ്ങൾ, ചിലപ്പം വീട്ടുവാടക, വീട്ടു ചെലവ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് പോകും. പിന്നെ പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് മുമ്പോട്ട് പോകും. ദിവസം കഴിയുന്നവരും വേദന കൂടിക്കൂടി വരും. പിന്നെ നമ്മളെ കൊണ്ട് ആ ജോലി എടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ആവും. ഇപ്പം ഞാൻ തന്നെ വെൽഡിങ് ജോലി താൽക്കാലികമായിട്ട് സ്റ്റോപ്പാക്കിയിട്ടുള്ളത്. ആദ്യമൊക്കെ ആഴ്ചയ്ക്ക് ഓരോ ദിവസമൊക്കെ ലീവ് എടുത്തിട്ടാണ് ആ ദിവസം കാണിച്ച് ബാക്കിയുള്ള ദിവസം പണിക്ക് പോക്കാണ്. പിന്നീട് അത് മാറി 1 മാസം, അവസാന ഘട്ടത്തിൽ 3 മാസവും കണ്ടിന്യൂ ലീവായി. അപ്പം നമ്മൾ 1-2 ദിവസത്തേക്ക് ലീവ് പറഞ്ഞ് അത് നമ്മൾ എടുക്കാണ്ട്, നമ്മൾ റെസ്റ്റ് എടുക്കാണ്ട് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം വെൽഡിങ് പണി നല്ല ഹെവി റിസ്ക്കാണ്. ഹൈറ്റിൽ കയറുന്നുണ്ട്, വെയിറ്റ് എടുക്കുന്നുണ്ട്. ഹൈറ്റിലൊക്കെ കയറുമ്പം സേഫ്റ്റി നല്ലപോലെ നോക്കുക. വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽപ്പറേയും കൂടി കൂട്ടുക. വെൽഡിങ് വർക്ക് മാത്രമല്ല, അതേപോലെ പെയിൻറ്റിങ് ഒക്കെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ വർക്കിനും അതിൻ്റേതായ സേഫ്റ്റി നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക.